Hello friends, welcome to Leon's Club. I am Licho. Pineapple കൊണ്ടുണ്ടാക്കാവുന്ന കൊതിയൂറും മധുരമുള്ള പൈനാപ്പിൾ അച്ചാറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പൈനാപ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരവും പുളിയുമുള്ള പൈനാപ്പിൾ തന്നെയാണ് ഇത്. ഇനിയില്ലേ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ടങ്ങോട്ട് കൊടുക്കാം. ഇത് പൊട്ടി തീർന്നാൽ കുറച്ച് കറി ലീവ്സ് ഇട്ടങ്ങോട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മളെപ്പോഴും അച്ചാർ പെട്ടെന്ന് കേടാവാതിരിക്കാൻ നല്ലെണ്ണയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇനിയുണ്ടല്ലോ 4 ടേബിൾ ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ടങ്ങോട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് ആക്കി എടുത്തതാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിലെ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. ഇനിയിലെ നന്നായി ഇളക്കി പച്ചമണം മാറുന്നത് വരെ വഴറ്റി അങ്ങോട്ട് എടുക്കാം. പിന്നെയുണ്ടല്ലോ ഈ അച്ചാറിൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിളും വെളുത്തുള്ളിയും തമ്മിൽ ഒത്തു പോകാത്ത ഒന്നാണ്, അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർക്കാത്തത്. ഇനിയിലെ നമ്മൾക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇട്ടങ്ങോട്ട് കൊടുത്ത് വഴറ്റി അങ്ങോട്ട് എടുക്കാം. അച്ചാറ് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്, അതുകൊണ്ടാണ് പൈനാപ്പിൾ നന്നായി വടച്ചെടുക്കുന്നത്. ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അച്ചാറാണിത്. അപ്പോ പൈനാപ്പിൾ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി നന്നായി അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഈ അച്ചാറുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി അച്ചാറാണ്. ഇനി 1/2 ടേബിൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. അടുത്തത് 5 ടേബിൾ ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീർ മുളക് പൊടി ചേർത്ത് അങ്ങോട്ട് കൊടുത്തത്. പിന്നെയുണ്ടല്ലോ 1 ടേബിൾ ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടേബിൾ ടീസ്പൂൺ കായപ്പൊടി, ഇതെല്ലാം നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാം. ഇതിലിട്ട പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാം. ഈ അച്ചാറുണ്ടല്ലോ നല്ല റെഡ് കളറായിട്ടായിരിക്കും റെഡി ആയിട്ട് അങ്ങോട്ട് വരുന്നത്. ഇനിയില്ലേ ഇതിലേക്ക് ഈ വാളംപുളിയുടെ പൾപ്പാണ് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണത്. അതിനായിട്ട് 1/2 കപ്പാണ് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണത്. വാളംപുളി വെള്ളത്തിൽ കുതിർത്ത ശേഷം അതിന്റെ പൾപ്പ് മാത്രം എടുത്താണ് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണത്. ഇനിയുണ്ടല്ലോ ശർക്കരയാണ് ഇട്ടങ്ങോട്ട് കൊടുക്കണത്. 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണത്. എന്നിട്ടുണ്ടല്ല എല്ലാം കൂടി നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. ഇതിലിട്ടിരിക്കുന്ന ശർക്കര ഒന്ന് മെൽറ്റായിട്ട് വരണം. ശർക്കര മെൽറ്റായത് ചേർക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ ചെറുതായി പൊടിച്ചെടുത്തതാണ് ചേർത്തത്. അപ്പോ ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണെങ്കിൽ അത് ചേർത്താലും മതി ട്ടാ. ഇപ്പൊ നമ്മുടെ അച്ചാർ നല്ലതുപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഇതൊന്ന് തിളച്ചിട്ട് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് അങ്ങോട്ട് ചെയ്യാം. ഇപ്പൊ കണ്ട നമ്മുടെ അച്ചാർ നല്ല വണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് അങ്ങോട്ട് ചെയ്യാം. ഇത്രയുള്ളൂ. ഇപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബിരിയാണിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി അച്ചാറാണ്. ഞാനിപ്പോ ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെറൈറ്റി അച്ചാറാണ്. അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടാ.